പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ട്രയൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്യാൻ പഠിച്ചു. ഇനി മറ്റുള്ള ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സപ്പോസ് എ പമ്പ് സെറ്റ് എ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്, അതായത് ഒരു പമ്പ് സെറ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ടറിലെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ട്. അവിടെയുള്ള പമ്പ് ആവറേജായിട്ട് ഒരു മാസത്തേക്ക് 3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആവുന്നെന്ന് വിചാരിക്കാം. ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റിലുള്ള പമ്പ് സെറ്റ് മാസത്തേക്ക് 3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആവുന്നു. ആവറേജായിട്ട് ശരാശരി ഒരു 3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആവുന്നു. ബ്രേക്ക് ഡൗൺ മീൻസ് ഓഫ് ആവുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നെക്സ്റ്റ് മന്തിൽ എത്ര പ്രാവശ്യം അത് ബ്രേക്ക് ഡൗൺ ആവുന്നു എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറയുന്നത് എന്താണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഇത് ഒരു പോയിസൺ പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ പറയുന്നത് പോയിസൺ പ്രോസസ്സാണ്. പോയിസൺ പ്രോസസ്സ്, അതായത് അതിനെ ഒക്കുറൻസ് എന്നാണ് പറയുന്നത്. ആ ഈവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ പറയുന്നത് ഒക്കുറൻസ് ഓഫ് ആൻ ഈവൻറ്റ്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഒക്കുറൻസ് ഓഫ് ആൻ ഈവൻ്റാണ്. ഇവിടെ ഒക്കുറൻസ് ഓഫ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒക്കുറൻസ് ഓഫ് ദ ഈവൻറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ. സോ ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് പോയിസൺ പ്രോസസ് അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി. ഈച്ച് ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് ഒക്കുറൻസ് ഇൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി. അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ടെർമിനോളജിയിൽ ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒക്കുറൻസ് എന്നാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു മാത്തമാറ്റീഷ്യനാണ്, ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ ഡെന്നിസ് പോയ്സൺ ആണ്. സൈമൺ ഡെന്നിസ് പോയ്സൺ എന്നാണ് ആ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ്റെ പേര്. അയാളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിനെ നമുക്കറിയാം, ഒരു റെയർ ഇവൻ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റെയർ ഇവൻ്റാണ്. നിർബന്ധമായിട്ടും നടക്കുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചില സമയത്ത് റെയർ കേസായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഈവൻറ്റുകളാണ് ദിസ്. സോ ദ പ്രോസസ് ഓഫ് റെയർ ഇവൻറ്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവൻറ്റ്, ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. റെയർ ഇവൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ചില എക്സാമ്പിൾ ഞാൻ പറയാം. ISD കോൾസ് റിസീവ്ഡ് ഓൺ എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഉണ്ട്. ടെലിഫോൺ സ്വിച്ച് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണല്ല. പണ്ടൊക്കെ ട്രങ്ക് ഡയലിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ഒരു ഫോൺ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അത് അവിടെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വലിയൊരു സ്വിച്ച് ബോർഡ് ഉണ്ടാകും. ആ സ്വിച്ച് ബോർഡിലാണ് അതെല്ലാം നോട്ട് ചെയ്യപ്പെടുന്നത്, ഈ കോളൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ISD കോള്, അതായത് ഇൻ്റർനാഷണൽ കോള് റിസീവ്ഡ് ഓൺ എ ടെലിഫോൺ സ്വിച്ച് ബോർഡ് പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു ടെലിഫോൺ സ്വിച്ച് ബോർഡിൽ ലഭിച്ച ISD കോളിൻ്റെ എണ്ണം. അതൊരു റെയർ ഇവൻ്റാണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ISD കോൾ ഉണ്ടാവും. അത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഓരോ മണിക്കൂറിലുള്ള ISD കോളിൻ്റെ എണ്ണം. അടുത്തത് പേഷ്യൻസ് അറൈവിങ് അറ്റ് എവറി അവർ ഇൻ എ ക്ലിനിക്ക്. ഒരു ക്ലിനിക്കിലെ ഓരോ മണിക്കൂറും എത്തിച്ചേർന്ന പേഷ്യൻറ്റിൻ്റെ എണ്ണം. ഒരു ക്ലിനിക്കിലെ ഓരോ മണിക്കൂറിൽ എത്തിച്ചേർന്ന പേഷ്യൻറ്റിൻ്റെ എണ്ണം. അതും അങ്ങനെ തന്നെയാണ്. അതൊക്കെ റെയർ ഇവൻ്റാണ്. കാരണം അത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നടക്കുന്ന ഷുവർ പറയാനൊന്നും കഴിയില്ല. അടുത്ത മൂന്നാമത്തെ റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കേർഡ് ഇൻ എ വീക്ക് ഇൻ എ സിറ്റി. ഒരു സിറ്റിയിൽ ഒരാഴ്ച നടന്ന റോഡ് ആക്സിഡൻറ്റിൻ്റെ എണ്ണം. ഓർഗാനിസംസ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ ലിക്വിഡ്. ഓർഗാനിസംസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഓർഗാനിസംസ്. കാർസ് വെയിറ്റിംഗ് ഫോർ സർവീസ് ഇൻ എ സർവീസ് സ്റ്റേഷൻ. ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് സർവീസിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാറുകളുടെ എണ്ണം.
പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഫൗണ്ട് ഇൻ എ പേജ് ഓഫ് എ ഗുഡ് ബുക്ക്. ഒരു നല്ല ബുക്കിലെ ഒരു പേജിലെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക്. ഒരു നല്ല ബുക്ക് എന്ന് അവിടെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ല ബുക്കാണെങ്കിൽ ചിലപ്പോഴേ ഉണ്ടാവും, റെയർ കേസുകളായിരിക്കും. പ്രിൻറ്റിങ് മിസ്റ്റേക്ക് റെയർ കേസായിരിക്കും. സാധാരണ ബുക്കിനെ പോലെ അല്ല, ഒരു നല്ല ബുക്ക് എന്നാണ് പറയുന്നത്. ഒരു നല്ല ബുക്കിലെ ഒരു പേജിലെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക്. ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ റെയർ ഈവൻ്റാണ്. ചിലപ്പോൾ അതിൽ ഔട്ട്കംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കേസിനെയാണ് പറഞ്ഞത് റെയർ കേസ്, റെയർ ഈവൻറ്റ്. ഇങ്ങനെയുള്ള റെയർ ഈവൻറ്റുകളെല്ലാം ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള റെയർ ഈവൻറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളിനെ പോയിസൺ റാൻഡം വേരിയബിൾ എന്നും അതിൻ്റെ ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂഷനെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാം. അടുത്തത് നമുക്ക് കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസ് ടു അപ്ലൈ ദ പോയിസൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ ഫോളോയിങ് ആർ ദ 3 കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു അപ്ലൈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. താഴെ പറയുന്ന 3 കണ്ടീഷൻസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണം. താഴെ പറയുന്ന 3 കണ്ടീഷൻസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണം. അതിൽ ഒന്നാമത്തത് എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ദ ഒക്കറൻസസ് ആർ റാൻഡം. അപ്പോൾ അത് നടക്കുന്നതൊക്കെ, ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ റാൻഡം ആയിട്ടാണ്. ദ ഒക്കറൻസസ് ആർ അറ്റ് റാൻഡം. അത് രണ്ടാമത്തെ കണ്ടീഷനാണ്. വാട്ട് ഈസ് ദ തേർഡ് കണ്ടീഷൻ? ദ ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇതിൻ്റെ ഒക്കറൻസസ്, ഇത് സംഭവിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഒന്ന് ഒക്കർ ചെയ്താൽ അടുത്തത് ഒക്കർ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒക്കർ ചെയ്തതുമായിട്ട് ഒരു ബന്ധവുമില്ല. സോ ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇതാണ് 3 കണ്ടീഷൻസ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ആ 3 കണ്ടീഷൻസ് ഇതാണ്. ഒന്നാമത്തെ എന്താണ്? എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. രണ്ടാമത്തതോ ദ ഒക്കറൻസസ് ആർ അറ്റ് റാൻഡം. ഒക്കറൻസസ് റാൻഡമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഔട്ട്കം നമുക്ക് നേരത്തെ പറയാൻ കഴിയില്ല. മൂന്നാമത്തതോ ദ ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് പരസ്പര ബന്ധമില്ല. ഒന്ന് ഒക്കർ ചെയ്താൽ അടുത്തത് ഏതെന്നുള്ളത് നമുക്ക് ആദ്യത്തേത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഈ 3 കണ്ടീഷൻസ്. നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തത് കൺസിഡർ ദ നമ്പർ ഓഫ് സെയിൽസ്മെൻ വിസിറ്റിംഗ് എ ഹൗസ് ഹോൾഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഡേ. ഒരു പ്രത്യേക ദിവസം ഒരു വീട് വിസിറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻ്റെ നമ്പർ. അതൊന്നും നമുക്ക് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ 0, 1, 2 അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. രണ്ടാമത്തത് കൺസിഡർ ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ എ ലോട്ട് ഓഫ് 100 ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്ലാന്റ്. ഒരു പ്ലാന്റിൽ 100 ഐറ്റത്തിൽ ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ എണ്ണം. മൂന്നാമത്തത് കൺസിഡർ ദ നമ്പർ ഓഫ് സ്ക്രാച്ചസ് ഓൺ എ 6 feet PVC പൈപ്പ്. ദ ഇൻ്റർവെൽ ഈസ് ഇൻ ദി എക്സാമ്പിൾ ഈസ് സ്പേസ് ഇൻ്റർവെൽ. ദ സ്ക്രാച്ചസ് ആർ റാൻഡം ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ സ്ക്രാച്ചസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് വിട്ടിട്ടൊന്ന് ആ സ്പേസ് ഇൻ്റർവെൽ നോക്കണം. അപ്പോൾ കൺസിഡർ ദ നമ്പർ ഓഫ് സ്ക്രാച്ചസ് ഓൺ എ 6 feet PVC pipe. The interval in the example is space interval. The scratches are random and independent. അതായത് PVC പൈപ്പ് 6 feet നീളമുള്ള ഒരു PVC പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സ്ക്രാച്ചസിൻ്റെ എണ്ണമാണ്. അതൊക്കെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന എക്സാമ്പിൾസാണ്. കുറച്ചും കൂടി ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ എ റോഡ് ഡ്യൂറിങ് എ വീക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരാഴ്ചയിൽ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന ആക്സിഡൻറ്റ് എണ്ണം. അടുത്തത് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എൻ്ററിങ് എ ഷോപ്പ് ഡ്യൂറിങ് എ അവർ. ഒരു മണിക്കൂറിൽ ഒരു ഷോപ്പിൽ എൻ്റർ ചെയ്യുന്ന കസ്റ്റമറിൻ്റെ എണ്ണം. ദ നമ്പർ ഓഫ് വാഷിംഗ് മെഷീൻസ് സോൾഡ് അറ്റ് എ ഹോം അപ്ലയൻസ് ഷോപ്പ് ഡ്യൂറിങ് എ വീക്ക്. ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിലെ ഒരാഴ്ചയിൽ വിറ്റ ഹോം അപ്ലയൻസിൻ്റെ
ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിലെ ഒരാഴ്ച വിറ്റ വാഷിംഗ് മെഷീൻ്റെ എണ്ണം. ഇതൊക്കെ പോയിസൺ പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഈവൻറ്റുകളാണ്. സോ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ if its PMF is given by P of x equal to x. ക്യാപിറ്റൽ എക്സ് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ, സ്മോൾ എക്സ് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എക്സ് അസ്യൂം ചെയ്ത വിലകൾ, സ്മോൾ എക്സ് പറഞ്ഞാൽ വിലകൾ. P of x equal to x equal to e raised to minus ലാംഡ. അതിനെ വായിക്കുന്നത് ലാംഡ എന്നാണ്. അതിനെ വായിക്കുന്നത് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കോളൂ. എങ്ങനെയാണ് ലാംഡ എന്ന് എഴുതുന്നത്? e raised to minus ലാംഡ, ലാംഡ raised to x by x factorial, x ഈക്വൽ ടു 0, 1 to എക്സെട്രാ. ബൈനോമിയൽ കേസിൽ n വരെയാണ്, ഇതിൽ n വരെ ഒന്നുമല്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. ഇതാണ് ഈക്വൽ ടു 0 അതർവൈസ്. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. സോ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x is set to follow Poisson distribution if its PMF is given by P of x equal to x equal to e raised to minus lambda ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ ഇൻറ്റേഷൻ നമുക്കറിയാം. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാം. 4 × 3 × 2 × 1. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 × 1. 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3 × 2 × 1. ഫാക്ടോറിയൽ അറിയാം. എക്സ് ഈക്വൽ ടു 0, 1 to എക്സെട്രാ ഈക്വൽ ടു 0 അതർവൈസ്. ഇവിടെ ലാംഡ എന്ന് പറയുന്നതാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റർ എന്താണ്? എന്നും പിയും ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് പി ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്നും പിയും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്താണ്? ലാംഡ. ദ ആവറേജ് നമ്പർ ഓഫ് ഒക്കുറൻസസ്, ലാംഡ ഈസ് ദ പാരാമീറ്റർ ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് ഒക്കുറൻസ്, ഈ ഒക്കുറൻസസിൻ്റെ ആവറേജാണ് ലാംഡ. അതായത് മീൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒക്കുറൻസസ്. അപ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. ലാംഡ ഈസ് ദ പാരാമീറ്റർ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിനോട്ടഡ് ബൈ പി ലാംഡ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ബി ബ്രാക്കറ്റിൻ്റെ അകത്ത് n, p എന്ന് സൂചിപ്പിക്കുന്ന പോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n ആൻഡ് p ഈസ് ഡിനോട്ടഡ് ബൈ ബി ബ്രാക്കറ്റിനകത്ത് n, p. ഇവിടെയോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ഈസ് ഡിനോട്ടഡ് ബൈ p ബ്രാക്കറ്റിനകത്ത് ലാംഡ. അതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് ആൻ അപ്രോക്സിമേറ്റൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് ആൻ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റാൻ പറ്റും. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ കണ്ടീഷൻസാണ്. ദ പോയിസൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ്സ് എ സിമ്പിൾ, ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് accurate approximation to binomial distribution when the probability of success p is very small and n is large. അതായത് n ലാർജും പ്രോബബിലിറ്റി ഓഫ് സക്സസ് p സ്മോളുമായെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് p വെരി സ്മോളും n എന്ന് പറഞ്ഞാൽ ലാർജുമായെങ്കിൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും? പോയിസൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറും. സോ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ഈസ് വെരി സ്മോൾ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എൻ പി എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്? പി വെരി സ്മോളാണ്, എൻ പി ഈസ് സ്മോൾ. സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഒബ്റ്റെയിൻഡ് ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഇപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പറയുന്ന കണ്ടീഷൻസ് താഴെ പറയുന്നതാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസ് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ കേസായിട്ട് നമുക്ക് പറയാൻ പറ്റും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ആ കണ്ടീഷനാണ് താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ദ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. അതായത് n വെരി ലാർജാണ് എന്ന് വെച്ചാൽ n ടെൻസ് ടു ഇൻഫിനിറ്റി. വെരി ലാർജാണ് ഇൻഫിനിറ്റി എന്നല്ലേ, ദാറ്റ് ഈസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് അതിനെ വായിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ n ടെൻസ് ടു ഇൻഫിനിറ്റി. രണ്ടാമത്തത്, ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് വെരി സ്മോൾ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി വെരി സ്മോൾ. പി വെരി സ്മോൾ പറഞ്ഞാൽ എന്തായിരിക്കും? പി ടെൻസ് ടു 0. പി 0 ടെൻഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൊണ്ട് എൻ പി ഈസ് ഫൈനൈറ്റ്. എൻ പി ഈസ് ഫൈനൈറ്റ്. എൻ പി എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. സേ ലാംഡ.
അത് എൻ പി ഫൈനൈറ്റ് ആയിരിക്കും, അത് ലാംഡക്ക് ഈക്വൽ ആയിരിക്കും. എൻ പി ഈസ് ഫൈനൈറ്റ് ആൻഡ് അത് ലാംഡക്ക് ഈക്വൽ ആയിരിക്കും. ഈ 3 കണ്ടീഷനാണ് പോയ്സൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ഓർത്തിരിക്കണം. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയേണ്ടത്? ഫസ്റ്റ് കണ്ടീഷൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, സെക്കൻഡ് കണ്ടീഷൻ പി ടെൻസ് ടു 0, തേർഡ് കണ്ടീഷൻ എൻ പി ഈസ് ഫൈനൈറ്റ് ഈക്വൽ ടു ലാംഡ എന്ന് പറയാം. ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷന് ലോ ഓഫ് ഇംപ്രോബബിൾ ഈവൻസ് എന്ന് പറയാം, എന്ന് വെച്ചാൽ റാർ ഇവൻസ് എന്ന് പറയാം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാർ ഇവൻസ് എന്നാണ് പറയുന്നത്. റാർ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഈവൻസാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാർ ഈവൻസ് ഓർ ഇംപ്രോബബിൾ ഈവൻസ്. ഇനി നമുക്ക് മീനും വേരിയൻസും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്താണ്? ലാംഡയാണ്. ഫോർ എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ. വേരിയൻസ് വി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ, അതും ലാംഡ എന്നാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും ലാംഡയാണ്, വേരിയൻസും ലാംഡയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലാംഡ. അപ്പോൾ മീനും വേരിയൻസും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. മീനും വേരിയൻസും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ലാംഡ. For a Poisson distribution with parameter lambda, mean E of x, expectation of x equal to lambda, variance of x equal to lambda, standard deviation equal to square root of lambda. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണം. ദ പമ്പ് സെറ്റ് ഓഫ് എ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഹാഡ് ആൻ ആവറേജ് ഓഫ് 3.4 breakdowns per month during the last year. ലാസ്റ്റ് ഇയറിൽ ഓരോ മാസത്തെയും ആവറേജ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്, ഒരു മാസത്തെ ആവറേജ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് 3.4 ആണ്. 3.4 ബ്രേക്ക് ഡൗൺ പെർ മന്താണ് ആവറേജ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് there will be no breakdowns in the next month. അപ്പോൾ എക്സ് ബ്രേക്ക് ഡൗണിനെ സൂചിപ്പിക്കുന്നതെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് പറഞ്ഞാൽ എന്താണ്? ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കറൻസ് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺസ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് കാണുന്നത്. നെക്സ്റ്റ് മന്തിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അതിൽ എ. ബി എന്തായിരിക്കും? ഫൈൻഡ് ദ പ്രോബിലിറ്റി 3 ബ്രേക്ക് ഡൗൺസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ് കാണേണ്ടത്. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബ്രേക്ക് ഡൗൺസ്. അപ്പോൾ ഇ ഓഫ് എക്സ് ആൻഡ് വി ഓഫ് എക്സ് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തേക്ക് നോക്കാം. ഇവിടെ ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഞാൻ പറഞ്ഞില്ലേ, എക്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗണിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് ഫോളോസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആവറേജ് ബ്രേക്ക് ഡൗൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3.4 പെർ മന്താണ് അല്ലേ? ഒരു മാസത്തെ 3.4 എന്താ പറഞ്ഞത്? പ്രൊജക്ട് ഹാഡ് ആൻ ആവറേജ് ഓഫ് 3.4 ബ്രേക്ക് ഡൗൺ പെർ മന്ത്. അതായത് ഓരോ മാസവും 3.4 ബ്രേക്ക് ഡൗൺസ് ആണ് ആവറേജ് ഉള്ളത്. അപ്പോൾ ലാംഡയുടെ വില 3.4 ആണ്. അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? അതിൻ്റെ പി എം എഫ് എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ 3.4 അല്ലേ? അതിൽ അടുത്ത ആൻസർ എഴുതുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിൻ്റെ വില 0.12. ഇനി പി ഓഫ് എക്സ്, അതിൽ എ കാണേണ്ടതാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അതായത് പ്രോബിലിറ്റി ദാറ്റ് ദർ വിൽ ബി നോ ബ്രേക്ക് ഡൗൺസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സിന് കാണുന്നിടത്ത് 0 കൊടുക്കുക, ലാംഡയെ കാണുന്നിടത്ത് ലാംഡയുടെ വിലയായിട്ടുള്ള 3.4 കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് 3.4 ഇൻറ്റു 3.4 റേസ് ടു 0, എക്സിൻ്റെ വില 0 ബൈ 0 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 3.4 റേസ് ടു 0 പറഞ്ഞാൽ 1, 0 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ ബാക്കിയാവുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് 3.4.
ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് e−3.4 എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 0.033. ഇനി അടുത്തത് അതിൽ ബി, പ്രൊബിലിറ്റി ദാറ്റ് ദെയർ വിൽ ബി 3 ബ്രേക്ക് ഡൗൺസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ എന്തായിരിക്കും P(x)=3 ആണ് കാണേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എക്സിന് 3 കൊടുത്താൽ മതി, ലാംഡക്ക് 3.4 തന്നെയാണ്. അപ്പോൾ P(x)=3 e−3.4 ഇൻറ്റു 3.4/3 എക്സിന് പകരം 3 ബൈ 3 ഫാക്ടോറിയൽ. അത് എന്തായിട്ട് മാറും? e−3.4ൻ്റെ വില നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 0.033. ദാറ്റ് ഈസ് 0.033 ഇൻറ്റു 3.4/3 എന്ന് പറഞ്ഞാൽ 39.304 ആണ്. ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ദാറ്റ് ഈസ് 6. അപ്പോൾ അവസാനം സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? 0.216 കിട്ടും. ഇനി അടുത്തത് സി, മീൻ കാണണം. മീൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. നമുക്കറിയാം E(x) പറഞ്ഞാൽ ലാംഡയുടെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട് 3.4. വേരിയൻസ് ഓഫ് എക്സും അറിയാം. വേരിയൻസ് ഓഫ് എക്സ് V(x) ഈക്വൽ ടു ലാംഡ, അതും 3.4 ആണ്. അത്രയാണ് അതിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.